നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സെക്യൂരിറ്റി ഉണ്ട്, എങ്കിലും തിരുവാഭരണം പ്രത്യേക ശ്രദ്ധ വേണ്ടതാ. വാസുദേവന്റെ ശ്രദ്ധ ഉറപ്പായിട്ടും ഉണ്ടാവണം. അതിനെന്താ പ്രസിഡന്റ്, രാത്രി ഞാനിവിടെ കാവലുണ്ടാവും. ഓ, സമാധാനായി. ആ, പുറത്ത് സെക്യൂരിറ്റി ഉണ്ട്, അല്ലാതെ മറ്റാരെങ്കിലും കൂടി നിർത്തണോ? ഏയ് വേണ്ട പ്രസിഡന്റ്, ഞാൻ നിന്നോളാം. മറ്റാരും വേണ്ട. എന്നാ ശരി. ഭഗവാനെ, സത്യത്തിൽ ശ്യാമ ഇങ്ങനെ പെരുമാറുമെന്ന് ഐശ്വര്യ അടുത്ത സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഒടുവിൽ അവര് നാണം കെട്ടു. അവരത് മനഃപൂർവ്വം ചോദിച്ചു വാങ്ങിയതാ. അതെന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ ഞാനത് വിട്ടുകളഞ്ഞേനെ. പക്ഷേ ഈ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന അഖിൽ സാറിനെ ഇനിയും ദ്രോഹിക്കാന്ന് പറഞ്ഞാ എനിക്കത് സഹിക്കില്ല. അതാ. സമയം ഇത്ര ആയല്ലോ മോളെ, വാസുവേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ. മോൾ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കി, എന്താ കാര്യം അറിയാലോ. ശരിയാ, അച്ഛൻ അങ്ങനെ വൈകുന്നല്ലോ. വിളിച്ചു. ആ, അച്ഛനാ വിളിക്കുന്നേ. ഹലോ അച്ഛൻ, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ ഒരുങ്ങിയതാ. അപ്പോഴാ അച്ഛൻ ഇങ്ങോട്ടേക്ക് വിളിച്ചേ. എന്താ അച്ഛാ വൈകുന്നേ? ക്ഷേത്രത്തിലെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പൂജ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ മോളെ, ഇന്നൊരു പ്രത്യേക പൂജയുണ്ടായി. ഞാനേ ഇന്ന് വീട്ടിലോട്ട് വരത്തില്ല. ഞാനിവിടെ ക്ഷേത്രത്തിലുണ്ടാകണമെന്ന് തിരുമേനിയും പ്രസിഡന്റും പറഞ്ഞു. അതെന്താ, എന്തെങ്കിലും സ്പെഷ്യൽ ജോലിയുണ്ടോ അച്ഛന്? ആ അല്ല മോളെ, നാളെ ഏകാദശിയല്ലേ, ഭഗവാന് തിരുവാഭരണം ചാർത്തുന്ന ദിവസമാണ്. ഓ, അപ്പോ പ്രത്യേക ശ്രദ്ധ വേണം. സെക്യൂരിറ്റി മാത്രം പോരാ, ഞാനും കൂടി ഇവിടെ ഉണ്ടാവണമെന്ന് അവര് പ്രത്യേകം പറഞ്ഞു. അച്ഛാ രാത്രി ഉറക്കൊഴിഞ്ഞ് അവിടെ. ആ സാരമില്ല മോളെ, ഒരു ദിവസത്തെ കാര്യമല്ലേ. ആ പിന്നെ അമ്മയോടൊന്ന് പറഞ്ഞേരെ ഇന്ന് രാത്രി എന്നെ പ്രതീക്ഷിക്കണ്ടെന്ന്. എന്നാ നിങ്ങൾ കഴിച്ചിട്ട് കിടന്നു. അത് പറയാനാ ഞാൻ വിളിച്ചേ. അച്ഛാ, അച്ഛൻ കഴിച്ചോ? ഓ അത് സാരമില്ല മോളെ, ഞാനിവിടെ തട്ടുകടന്നേ ദോശ വാങ്ങിച്ച് കഴിച്ചോളാം. ആ അത് വേണ്ട, ഭക്ഷണം അവിടേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ പിന്നെ അച്ഛൻ പട്ടിണി കിടക്കും, എനിക്കറിയാം. ആ വേണ്ട മോളെ. അച്ഛനൊന്നും പറയണ്ട, ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുവരും, കേട്ടല്ലോ. ആ എന്റെ മോളെ, അതൊന്നും വേണ്ട. ഒന്നും പറയണ്ട. ഓക്കെ ശരി. എന്താ മോളെ, അച്ഛൻ ഇന്ന് വരില്ലേ? വരാൻ പറ്റില്ല അമ്മേ. കണ്ണന് തിരുവാഭരണം ചാർത്തുന്ന ദിവസമല്ലേ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അച്ഛൻ അവിടെ ഉണ്ടാവണമെന്ന് തിരുമേനിക്ക് നിർബന്ധം. അവർക്ക് അച്ഛനെ വിശ്വാസമുള്ളൂ, അതാ. അമ്മ അച്ഛന് കൊടുക്കാനുള്ള ഭക്ഷണം എടുത്തു വെക്കുക. ഞാൻ അപ്പൂനെയും കൂട്ടി കൊണ്ടുകൊടുത്തിട്ട് വരാം. ഏയ് അത് വേണ്ട, അപ്പു പഠിക്കല്ലേ. അച്ഛന് ഭക്ഷണം ഞാൻ കൊണ്ടു കൊടുത്തോളാം. അയ്യോ സർ, അതൊരു ബുദ്ധിമുട്ടാ. എന്ത് ബുദ്ധിമുട്ട്? അമ്മേ, അച്ഛനുള്ള ഭക്ഷണം എടുത്തു വെക്കാമേ. ചെല്ലേ. ശരി മോനെ. സർ, ഞാൻ അപ്പൂനെയും കൂട്ടിക്കൊണ്ട് കൊടുക്കാന്നേ. സാരമില്ല, ഞാൻ കൊടുത്തോളാന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.